ഹായ് എവരിവൺ, എൻ്റെ പേര് സ്മിത മാഹിൻ. ഐ എം യുവർ റിലേഷൻഷിപ്പ് എക്സ്പെർട്ട്. ബന്ധങ്ങൾ അല്ലെ, റിലേഷൻഷിപ്പ്. മനുഷ്യന് ബന്ധങ്ങളില്ലാതെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവനൊരു സാമൂഹിക ജീവിയാണ്. പലതരത്തിലുള്ള ബന്ധങ്ങൾ അവൻ അവൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം, പാരൻസ്, മക്കള്, പിന്നെ കൊളീഗ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയം. സത്യത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിജയമായി എന്ന് പറയുന്നത് അവൻ്റെ ബന്ധങ്ങളിൽ, സുഹൃത്തുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ, ബന്ധങ്ങൾ എത്രത്തോളം സ്ഥിരതയോടെ നിലനിർത്താൻ പറ്റുന്നു എന്നതാണ് സത്യത്തിൽ വിജയത്തിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനമാണത്. ഈവൺ ഒരു ബിസിനസ്, നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പാണ് നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക്, ഹൈക്കിലേക്ക് പോകണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ബന്ധങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്, പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ബന്ധങ്ങൾ അതിൻ്റെ പവിത്രതയോടെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോകാൻ പലർക്കും പറ്റണം എന്നില്ല. അതൊരിക്കലും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെരുമാറുന്നതല്ല. പക്ഷെ പല സാഹചര്യത്തിലും നമ്മളുടെ പ്രതികരണം അനുസരിച്ച് പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാകും. അതിന് കാരണം എന്താണെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് അവൻ്റെ ജീവിതം രൂപപ്പെടുന്നത്. എൻ്റെ മുന്നിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യം, എളുപ്പത്തിൽ ഈസി ഗോയിങ് ആണെങ്കിൽ ഓക്കെ, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി എന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെൽഫ് ഇമേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഞാൻ എന്നിൽ പെയിനാണ്, വേദനകളാണ് നിറച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ മൈ റിലേഷൻഷിപ്പ്. എൻ്റെ റിലേഷൻഷിപ്പിൽ, എൻ്റെ ബന്ധങ്ങളിൽ ആ വേദനകൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. എൻ്റെ ഉള്ളിൽ സംശയങ്ങളാണെങ്കിൽ, എൻ്റെ ഉള്ളിൽ നിരാശകളാണെങ്കിൽ, എൻ്റെ ഉള്ളിൽ എന്ത് എനർജിയാണോ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് സ്ഥിരമായി, ഓൺ എ കൺസിസ്റ്റൻറ്റ് ബേസിസ്, ഞാൻ എന്ത് എനർജിയാണോ കാത്തു സൂക്ഷിക്കുന്നത്, അത് എൻ്റെ ബന്ധങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇഫ് ഐ എം കീപ്പിംഗ്, എൻ്റെ ഉള്ളിൽ ഞാൻ വേദനകളാണെങ്കിൽ, ആക്ച്വലി പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എനർജി ഫ്രം ദ പാസ്റ്റ്. സ്റ്റക്ക് എനർജിയാണ്, നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പഴയകാല ഓർമ്മകളിൽ നിന്നും ചിന്തകളിൽ നിന്നുള്ള സ്റ്റക്ക് എനർജിയാണ്. മൂവിങ് എനർജി എന്താണ്? മൂവിങ് ആണ് അല്ലേ. മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. മൂവ് ചെയ്യാത്ത എനർജിയാണ് എൻ്റെ പെയിൻ എന്ന് പറയുന്നത്. പെയിൻ എന്ന് പറയുന്നത് ബോഡി പെയിൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ പെയിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വേദനകൾ, ശരീരത്തിൻ്റെ വേദനകളാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, നമ്മുടെ ഉള്ളിലെ നിരാശകളെല്ലാം നമ്മുടെ പെയിനാണ്. നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ് എല്ലാം നമ്മുടെ പെയിനാണ്. നമ്മുടെ ഉള്ളിൽ ദേഷ്യം എല്ലാം നമ്മുടെ പെയിൻ. ഏത് പെയിനാണോ, എന്താണോ എൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതനുസരിച്ചാണ് അത് പുറത്തേക്ക് വരുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഓക്കെ ആയിരിക്കും അല്ലേ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ, എന്നോട് എല്ലാവരും സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ബന്ധങ്ങൾ, സത്യത്തിൽ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് സന്തോഷിക്കാനാണ് അല്ലേ. അങ്ങനെയാണ് സാധാരണ രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളതല്ല നിങ്ങളുടെ ബന്ധങ്ങൾ. നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നിങ്ങളുടെ നേർക്ക് പിടിച്ച കണ്ണാടികളാണ്. ഇറ്റ്സ് എ മിറർ ഇമേജ് ഓഫ് യു. അതായത് നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നിങ്ങളുടെ നേർക്ക് പിടിച്ച കണ്ണാടികളാണ്. ഈ ബന്ധങ്ങളിൽ നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ എന്താണോ ക്യാരി ചെയ്യുന്നത്, എൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ഇമോഷനാണോ ക്യാരി ചെയ്യുന്നത്, അതനുസരിച്ചാണ്. അപ്പോൾ ഒരു ദാമ്പത്യ ബന്ധത്തിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നു. ഭർത്താവ് എന്നെ കെയർ ചെയ്യണം, എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരണം, എന്നെ സ്നേഹിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരു നോർമൽ കണ്ടീഷനിൽ അങ്ങനെയാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ഈ ഓവർ എക്സ്പെക്റ്റേഷനാണ് സത്യത്തിൽ ബന്ധങ്ങളെ വഷളാക്കുന്നത്. ശരിയല്ലേ? ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ കസ്റ്റമേഴ്സിനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് ഇവൻ്റെ ഉള്ളിലുണ്ട്, ഈ ബിസിനസ്സുകാരൻ്റെ ഉള്ളിലുണ്ട്. ആ എക്സ്പെക്റ്റേഷൻ തെറ്റുമ്പോഴാണ് അവിടെ വേദനകൾ ഉണ്ടാകുന്നത്. ഈ വേദനകളാണ് ബന്ധങ്ങളെ വഷളാക്കുന്നത്. സത്യത്തിൽ ഈ ബന്ധങ്ങൾ ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളതല്ല. അത് നമ്മളെ ഉയർത്തിയെടുക്കാനുള്ള സത്യം. ഞാൻ ഒറ്റപ്പെടുന്നത് കൊണ്ടല്ല ഞാൻ വിവാഹം കഴിക്കേണ്ടത്. എനിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ വിവാഹം കഴിക്കുന്നത്. എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ അത് കൊടുക്കാനായിരിക്കണം ഞാൻ വിവാഹം കഴിക്കേണ്ടത്. ഇത്
എല്ലാവർക്കും ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണേ. സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സംരക്ഷണം കിട്ടാൻ ഒരാൾ, ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. എനിക്ക് എന്നോടുള്ള സ്നേഹം നിറയുമ്പോൾ എങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ പാർട്ട്ണറെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അൺകണ്ടീഷണൽ ആവുമ്പോൾ, ബന്ധങ്ങളിൽ നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ ആ ബന്ധം അവിടെ ചോദ്യം ചെയ്യപ്പെടുവാണ്. സത്യത്തിൽ നമുക്ക് കിട്ടാതെ ആവുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച് കൊടുത്തത് തിരിച്ച് കിട്ടാതെ ആവുമ്പോൾ അവിടെയാണ് വിള്ളൽ വരുന്നത്. ഇതില്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത്. പറഞ്ഞു ഓൾറെഡി, ബന്ധങ്ങളെല്ലാം നമുക്ക് നേരെ പിടിച്ച കണ്ണാടികളാണ്. ഓവർ എക്സ്പെക്ടേഷൻ, കണ്ടീഷൻസോടുകൂടി ഏത് ബന്ധത്തിൽ ഏർപ്പെട്ടാലും അവിടെ നിരാശകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് അല്ലെ, ആ ഒരു രീതിയിലേക്ക്. ഇത് പറയുന്ന പോലെ എളുപ്പമാണോ? ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ട് എനിക്ക് അവിടുന്ന് തിരിച്ച് സ്നേഹം കിട്ടിയും പിന്നെയും എനിക്ക് സ്നേഹിച്ചുകൊണ്ട് കിടക്കാന്നുള്ളത് അത്ര എളുപ്പമാണോ പറയുന്നത്? അത് എളുപ്പമാവാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്നേഹം കിട്ടിയാലേ ഞാൻ കംപ്ലീറ്റ് ആവൂ എന്ന ചിന്തയാണ് ഞാൻ മാറ്റുന്നത്. ഓൾറെഡി ഐ എം ലവ്, ഞാൻ സ്നേഹമാണ്, എന്നിൽ നിറയുന്നത് സ്നേഹമാണ്, എന്നിൽ നിറയുന്നത് സുരക്ഷിതത്വമാണ്. ഐ എം കംപ്ലീറ്റ്. ഓരോ മനുഷ്യനും കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതിനെ കൂടുതൽ മധുരമുള്ളതാക്കുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിന്റെ ഉദ്ദേശം. പക്ഷെ നമ്മൾ മധുരമുള്ളതാവാൻ വേണ്ടി മറ്റുള്ളവരെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവിടെ ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവർ തരും? അവരുടെ ഉള്ളിൽ സ്നേഹം ഇല്ല, അവർക്ക് സുരക്ഷിതത്വം ഇല്ല, അവർക്ക് സെക്യൂരിറ്റി ഇല്ല. എങ്ങനെ നമുക്ക് തരാൻ പറ്റും? ഇല്ലാത്തൊരു സ്ഥാനത്ത് നമ്മൾ ചോദിച്ചാൽ അത് തെറ്റാരുടെ സത്യത്തിൽ. അപ്പോൾ അതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഓർഡറിൽ നോക്കാം. എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ, എനിക്ക് എന്നോട് സ്നേഹം നിറയുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒത്തിരി പേരുണ്ടെന്ന് കരുതാം. എനിക്ക് പേടിയാണ്, എനിക്ക് എൻ്റെ കാര്യം ആലോചിച്ച് പേടിയാണ്, എനിക്ക് എൻ്റെ സംശയമാണ്, എനിക്ക് എൻ്റെ രൂപത്തിൽ സംശയമാണ്, എൻ്റെ ബോഡി ലാംഗ്വേജിന് സംശയമാണ്, എനിക്ക് നിരാശയാണ്. ഇന്നലെ ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഞാൻ വഴക്കിട്ടൊക്കെയാണ് പോന്നേക്കണേ. എനിക്ക് ആകെ അസ്വസ്ഥതയാണ് പല കാര്യങ്ങൾ ആലോചിച്ച്. അപ്പം എൻ്റെ ഉള്ളിൽ നിറഞ്ഞേക്കുന്നത് എന്താ? എല്ലാം നെഗറ്റീവ് എനർജിയല്ലേ. എൻ്റെ ഉള്ളിലെ എനർജി മൊത്തം നെഗറ്റീവാണ്. ഈ എനർജിയോടുകൂടി ഞാൻ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ മറ്റുള്ളവരോട് സ്നേഹം കൊടുക്കാൻ പറ്റും? ഞാനേ കംപ്ലീറ്റ് അല്ല, ഞാനേ ഇംപെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയ ഞാൻ പെർഫെക്റ്റ് ആവാൻ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ, ഡിപ്പെൻഡ് ചെയ്യുന്ന ആളും പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്താ പറ്റുക? അവിടെ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടണമെന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ബന്ധങ്ങൾ വഷളാവുന്നത്. അപ്പൊ ഇതിനൊരു സൊല്യൂഷനാണ് ഞാൻ പെർഫെക്റ്റ് ആണ്, വിതൗട്ട് എനിബഡി. ഐ ക്യാൻ സ്റ്റാൻഡ് അലോൺ. എനിക്ക് എൻ്റെതായ, ഞാൻ സുരക്ഷിതത്വമാണ്, ഞാൻ സ്നേഹമാണ്, ഞാൻ സമാധാനമാണ്, ഞാൻ സ്നേഹമാണ്. എന്നിൽ നിറയുന്ന സ്നേഹം അൺകണ്ടീഷണലായിട്ട് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതെ ഞാൻ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ എൻ്റെ സാമീപ്യത്തിൽ ദേ വിൽ ബിക്കം സേഫ്. അവർ കുറെ കൂടെ കംഫർട്ടബിൾ ആവും. കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ ആ റൂമിലുള്ള എല്ലാവരും കംഫർട്ടബിൾ ആവുന്നു. അവിടെ ഒരു പ്രകാശം വരുന്നു. ആ റൂമിലിരിക്കുന്നവർ എങ്ങനെയായിരുന്നാലും ആ വരുന്ന ആളുടെ ഒരു എനർജി, ഒരു ഓറയില് അവർക്ക് സ്നേഹിക്കാനേ പറ്റുമോ, അവർക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ സമാധാനമോ പറ്റുള്ളൂ. അവർക്കൊരിക്കലും അവരെ കൺട്രോൾ വിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഓരോരുത്തരും സെൽഫിൽ പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ബന്ധങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ കസ്റ്റമേഴ്സ് ആവാം, നമ്മുടെ ക്ലയൻസ് ആവാം, നമ്മുടെ സ്റ്റുഡൻസ് ആവാം, നമ്മുടെ ആരും ആവാം. ഈ ബന്ധങ്ങളിലെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കിട്ടണമെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. കാരണം ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് ആണ്. ഞാൻ എവിടെ നിന്നാ വന്നേ അല്ലേ? ഞാൻ വന്ന സ്ഥലം സ്നേഹമാണ്, സമാധാനമാണ്. എന്നിൽ നിറയുന്ന എൻ്റെ ഈ ആത്മാവ്, എന്നിൽ നിറയുന്നത് എപ്പോഴും നിറയുന്നത് സമാധാനം ആയിരിക്കണം. കാരണം ആ സമാധാനം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ മാത്രമേ എനിക്ക് ആ സമാധാനം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഒഴറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, ഞാൻ വരുന്ന റൂമുകളിലെല്ലാം, ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുതരം ഫ്രസ്ട്രേഷൻ, ഒരു വൈബ്രേഷൻ ആയിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക.
അതായത് ഒരുതരം റെസ്റ്റ്ലെസ്നെസ്, ഒരുതരം സമാധാനം ഇല്ലായ്മ. എൻ്റെ മുഖത്ത് നോക്കിയാൽ അല്ലെങ്കിൽ എന്നെ നോക്കിയാൽ ആളുകൾക്ക് അവരൊരിക്കലും കംഫർട്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ബന്ധങ്ങൾ നമുക്ക് നേരെ പിടിച്ച കണ്ണാടികളാണെന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഉള്ളിലാണ് ഈ എനർജി നിറയ്ക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഈ എനർജി നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഉള്ളിൽ എന്താ, ഒരു ഓറഞ്ച് പിഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസല്ലേ കിട്ടുക. ഒരു ഓറഞ്ച് പിഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേറൊന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ ഓറഞ്ചിൻ്റെ ഉള്ളിൽ അത് സ്റ്റഫ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അത് പിഴിയുമ്പോൾ അത് കിട്ടണേ. ഇതുപോലെ എൻ്റെ ഉള്ളിൽ എന്താണോ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അതാണ് എന്നിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിലല്ലേ വർക്ക് ചെയ്യണ്ടേ, സ്വയം അല്ലേ വർക്ക് ചെയ്യണ്ടേ. എന്നെ അവൻ സ്നേഹിച്ചില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അവൻ പറ്റിയില്ല. എൻ്റെ മെസ്സേജിന് അവൻ റിപ്ലൈ തന്നില്ല, എൻ്റെ ചാറ്റ് അവൻ കണ്ടില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഓരോ എക്സ്പീരിയൻസ്, അപ്പം നമ്മൾ എന്താ വെച്ചാൽ പെയിൻ, നമ്മുടെ ഉള്ളിൽ വരുന്ന പെയിൻ എല്ലാം തന്നെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പം ഉദാഹരണം പറയാം, മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എന്തെന്നറിയാമോ? നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭനയ്ക്ക് 2 വ്യക്തിത്വം ഉണ്ടല്ലേ. അവരുടെ ഉള്ളിലൊരു പെയിൻ ബോഡി കയറി കഴിയുമ്പോഴാണ് അവർ വേറൊരു നാഗവല്ലിയായിട്ട് മാറുന്നത്. ശരിക്കും അവരാണോ നാഗവല്ലി? അല്ല, നാഗവല്ലി ഒരു പെയിൻ ബോഡിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ജീവിതത്തിൻ്റെ എല്ലാവരിൽ നിന്നും ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പെയിൻ ബോഡിയാണ് നാഗവല്ലി. ഈ നാഗവല്ലിയുമായിട്ട് സിമിലാരിറ്റി തോന്നിയപ്പോൾ, എമ്പത്തറ്റിക് ആയപ്പോഴാണ് നാഗവല്ലി ഇവിടെ കയറിയതല്ലേ, ഇവരല്ലേ ശോഭന കയറിയത്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ പെയിൻ എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മൾ പെയിൻ അല്ല. സത്യത്തിൽ പെയിൻ നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതിനെ നമ്മൾ എന്താ ചെയ്യണേ? ഞാനാണ്. ഇപ്പം ഞാൻ ദേഷ്യമാണെന്ന് പറയുമ്പോൾ ഞാൻ ദേഷ്യമായിട്ട് മാറി. ഞാൻ സത്യത്തിൽ ദേഷ്യമല്ല. ദേഷ്യം എൻ്റെ ഒരു അവസ്ഥ മാത്രമാണ്. ചില സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ എനിക്ക് വരുന്നൊരു അവസ്ഥ മാത്രമാണ് എൻ്റെ ദേഷ്യം. ഞാൻ സങ്കടമാണോ? ഐ എം സോ ഡിപ്രസ്ഡ്, ഐ എം സോ ബോർഡ്, ഐ എം സോ അൺലക്കി എന്നൊക്കെ പറയൂലേ. ശരിക്കും നമ്മളോട് തന്നെ വലിയൊരു പാതകമാണ് ചെയ്യണേ. ഞാൻ അൺലക്കിയാന്ന് പറയുമ്പോൾ ഞാൻ സ്വയം സമ്മതിക്കുവാണ് എനിക്ക് ഭാഗ്യമില്ലാന്ന്. ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം വേറൊരാൾക്ക് തിരുത്താൻ പറ്റുമോ? എന്നെപ്പറ്റി ഞാൻ പറയുന്നതല്ലേ അൾട്ടിമേറ്റ് വർക്ക്. അപ്പം ഞാൻ അൺലക്കിയാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ഇമേജ് അവിടെ എഴുതി വെക്കുവാണ്. സത്യത്തിന് ഞാൻ അൺലക്കിയാണോ? അല്ല. അപ്പം അത് എൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത എൻ്റെ സെൽഫ് ഇമേജാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഇതിലേക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന സെൽഫ് ഇമേജ് മാറ്റണം. അത് എക്സ്റ്റേണൽ ഷോ ഓഫുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ചിലർ കണ്ടിട്ടില്ലേ, ഭയങ്കര സ്മാർട്ടായിരിക്കും, ഒത്തിരി സ്മാർട്ടായിരിക്കും, ആക്ടിങ് സ്മാർട്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ റൂമിൽ കയറി കഴിഞ്ഞ് കരച്ചിലായിരിക്കും. കാരണം അവർ ടയേർഡാണ്. സ്മാർട്ടായിട്ട് ആക്ട് ചെയ്ത് അവർ ടയേർഡാണ്. ഉള്ളിൽ നിന്നല്ല അവർക്ക് ആ എനർജി വരുന്നത്. എക്സ്റ്റേണൽ കുറേ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അവർ ആക്ട് ചെയ്യണം. പക്ഷേ എൻ്റെ ഉള്ളിൽ കോറിൽ എനിക്ക് എൻ്റെ സെൽഫ് ഇമേജ് എന്തായിരിക്കണം? ഐ എം സ്മാർട്ട്, ഐ എം ഏബിൾ ഫോർ ദാറ്റ്, എനിക്കത് പറ്റും, ഞാൻ സമാധാനമാണ്, ഞാൻ സന്തോഷമാണ്, ഞാനൊരു വിജയിയാണ് എന്ന ബോധം എൻ്റെ ഉള്ളിൽ എത്രത്തോളം ശക്തമാകുന്നോ അതേ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും.